ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 8ാം ക്ലാസ് മലയാളം കേരള പാഠാവലി സാന്ദ്ര സൗഹൃദം എന്ന പാഠഭാഗത്തെ പാഠഭാഗ പ്രവർത്തനങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഇനി ഞാൻ ഉണർന്നിരിക്കാം. വാർദ്ധക്യത്തിന് താങ്ങുതണലുമായി സ്കൂൾ വിദ്യാർത്ഥികൾ. വടകര. നിലവിളിക്കാൻ പോലുമാകാതെ വാർദ്ധക്യത്തിൽ നൊന്തു കഴിയുന്ന മുത്തച്ഛനും മുത്തശ്ശിക്കും ആശ്വാസം പകരാൻ തയ്യാറായി ഒരു പറ്റം കുരുന്നു വിദ്യാർത്ഥികൾ. പറമ്പിൽ LP സ്കൂൾ വിദ്യാർത്ഥികളാണ് വേദനയും കഷ്ടപ്പാടും നിറഞ്ഞവർക്ക് സാന്ത്വനമേകാൻ കൈകോർക്കുന്നത്. വാർദ്ധക്യമായാൽ ജീവിതം പിന്നാമ്പറ കോലായിലും ഇരുട്ടുമുറികളിലും വൃദ്ധസദനങ്ങളിലുമല്ലെന്നും ജീവിത സായാഹ്നം ഇളം തലമുറയ്ക്കൊപ്പമാകണമെന്നുമുള്ള പ്രഖ്യാപനമാണ് കുട്ടികൾ നടത്തിയത്. 5ാം തരം പാഠപുസ്തകത്തിലെ കുഞ്ഞുണ്ണി മാഷിന്റെ മലയാളമെന്ന 4 അക്ഷരമല്ല, അമ്മ എന്ന ഒറ്റക്ഷരമാണെൻ്റെ മലയാളം എന്ന വരികളുടെ ചർച്ചയ്ക്കിടയിലാണ് വടകരയിലെ ഒരു വൃദ്ധസദനത്തിൽ കഴിയുന്ന 6 മക്കളെ പ്രസവിച്ച അമ്മയെപ്പറ്റി അമൃത പറഞ്ഞത്. ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെടുന്നവരെക്കുറിച്ച് പഠിക്കാൻ കുട്ടികൾ ഒരുങ്ങിയിറങ്ങി. സ്കൂൾ പരിസരത്ത് 75 വയസ്സിന് മുകളിലുള്ള 12 പേരെ ഇവർ നേരിൽ കണ്ടു. സ്നേഹം കൊതിക്കുന്ന ആ കണ്ണുകളാണ് അവർക്ക് ആശ്വാസമേകാനുള്ള പദ്ധതി ആവിഷ്കരിക്കാൻ സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രേരണയായത്. ഈ പത്രവാർത്തയോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? ചർച്ച ചെയ്യുക. ഈ പത്രവാർത്ത നമ്മിൽ നന്മയും പ്രതീക്ഷയും നിറയ്ക്കുന്നു. മനുഷ്യത്വം കുറഞ്ഞുവരുന്ന കാലത്ത് നമ്മുടെ വെളിച്ചം വാരി വിതറുന്ന കുഞ്ഞുങ്ങൾ നാളെയുടെ വാഗ്ദാനങ്ങൾ നമ്മളിൽ നിറയ്ക്കുന്നു. വൃദ്ധരെ പരിഗണിക്കാൻ പലർക്കും കഴിയുന്നില്ല. സ്നേഹവും പരിഗണനയും ലഭിക്കേണ്ട സമയത്ത് അത് കിട്ടാതെ വിഷമിക്കുകയാണ് വൃദ്ധജനം. വാർദ്ധക്യത്തെ ശാപമായി കാണുന്ന ഇക്കാലത്ത് ഏവരുടെയും കണ്ണ് തുറപ്പിക്കുന്ന പ്രവൃത്തിയാണ് പറമ്പിൽ LP സ്കൂൾ വിദ്യാർത്ഥികൾ ചെയ്തത്. ഈ കുട്ടികളുടെ മാതൃക പിന്തുടർന്ന് വൃദ്ധജനങ്ങളോട് സ്നേഹാദരങ്ങൾ കാണിക്കണം. സാന്ദ്ര സൗഹൃദത്തിലോട്ട് കടക്കാം. കുചേലനുമായുള്ള സാന്ദീപനി ആശ്രമത്തിൽ ചെലവഴിച്ച ബാല്യകാല സൗഹൃദം ശ്രീകൃഷ്ണൻ ഓർമ്മിച്ചെടുക്കുന്നതാണ് പാഠഭാഗം. സാന്ദീപനി ഗ്രഹി പണ്ടു സാഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖി സാരനായ ഭവാനെന്നും മറന്നില്ലി. ഗുരുപത്നി നിയോഗിന കഥജന നാം എല്ലാവരും ഒരുമിച്ച് വിറകില്ലാഞ്ഞിട്ടു പോയതും പെരുങ്കാട്ടിൽ പുക്കിന്തനമൊഴിച്ചു കെട്ടിവെച്ചതും അരുണനസ്തമിച്ചതും മറന്നില്ലി. കൂരിരുട്ടുമാകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു കൊടുങ്കാറ്റും കൂടിയിട്ട സ്മാകം മോഹമേറി വളർത്തതു മുഷപ്പോളം തകർത്തതും ഊഹിച്ചെടുത്തു നാമെല്ലാം ഒരുമിച്ചതും പാർത്തിരിയാതെ പറന്നു ഭൂമിക്കാറ്റത്തിൽ കാമ്പിലോർത്തൊരു തുരപ്പിനുള്ളിലൊളിച്ചന്യോന്യം. കൂർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡനു മുദിച്ചതും മറന്നല്ലി. താപസനന്ദിക്കു നമ്മെ കാണാനിട്ടു പത്നിയോട് കോപിച്ചതും പുലർക്കാലെ തിരഞ്ഞു കാൺമാൻ. താപം പൂണ്ടു താനെ പുറപ്പെട്ട നേരം കുളിർന്നു നാം പേടിച്ചു വിറകും കൊണ്ടരികിൽ ചെന്നതും ചെമ്മേ വീണു നമസ്കരിച്ചതും മഹാമുനി മുതൽ നമ്മെയെല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു. നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും. സതിയത്തിനെ കണ്ടപ്പോൾ കൃഷ്ണനുണ്ടായ ഓർമ്മകൾ എന്തെല്ലാം? സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ ഒരുമിച്ച് വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ചതും
ഗുരുപത്നിയുടെ നിയോഗത്താൽ വിറക് ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയതും അവിടെ വിറകെല്ലാം കെട്ടിവച്ചതും സൂര്യൻ അസ്തമിച്ചതും ആകസ്മികമായി കൂരിരുട്ടും മഹാമഴയും പെട്ടെന്ന് ഗുഹയിൽ കയറിയിരുന്നതും കൈകൾ കോർത്തുപിടിച്ച് പേടിച്ചു വിറച്ചിരുന്നതും സൂര്യൻ ഉദിച്ചതും നമ്മളെ കാണാതെ ഗുരു പാരയോട് കോപിച്ചതും മഹർഷി നമ്മളെ തേടിയിറങ്ങിയതും കണ്ടെത്തിയപ്പോൾ അനുഗ്രഹിച്ചതും മഹർഷിയെ കണ്ടപ്പോൾ കുട്ടികൾ ഒരുമിച്ച് നമസ്കരിച്ചതും ഗുരു അവരെ അനുഗ്രഹിച്ചതും കൃഷ്ണൻ ഓർക്കുന്നു. പഴയകാല കാവ്യഭാഷയുടെ എന്തെല്ലാം പ്രത്യേകതകൾ പാഠഭാഗത്തുണ്ട്? കണ്ടെത്തി എഴുതുക. ചെമ്മേ, മറന്നില്ലല്ലി, കുളിർന്നു, പുക്ക്, പാർത്തിരിയാതെ, ഉഷപ്പോളം, തുരപ്പ്. എന്നിങ്ങനെ ഇന്ന് പ്രചാരത്തിലില്ലാത്ത വാക്കുകൾ രാമപുരത്ത് വാര്യർ ഉപയോഗിച്ചിട്ടുണ്ട്. കുചേലവൃത്തം അഞ്ചിപ്പാട്ട് ചൊല്ലുമ്പോൾ ആ കാവ്യത്തിലെ ഭാഷയിൽ കടന്നുകൂടിയിരിക്കുന്ന തനി നാടൻ വാമൊഴികളെ ശ്രദ്ധിക്കാതെ പോകാൻ പ്രയാസമാണ്. ശൈലികളും വാമൊഴികളും കാവ്യഭാഷയിൽ ഉൾപ്പെടുത്താൻ കവി ശ്രദ്ധിക്കുന്നു. സമാന താളമുള്ള വരികൾ കണ്ടെത്തുക. കുശലമാർഗങ്ങളെന്ന് കേൾക്കുമായിരുന്നില്ല നീ, വിശസനം സുഖികളെ വിജ്ഞരാക്കുന്നു. കഥയമ്മ കഥയമ്മ കഥകളതി സാദരം, കാകുസ്ഥലീലകൾ കേട്ടാൽ മതിവര. നന്മ നമുക്കതേയുള്ളൂ ഗുരുകടാക്ഷം കൂടാതെ, ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും. ഒന്നാമത്തെയും മൂന്നാമത്തെയും ഈരടികളാണ് സമാന താളത്തിലുള്ളത്. വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ ഇവ പാടാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. താങ്ക്